പ്രപഞ്ചത്തിന്റെ പിതാവാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഖാലിഖാണ്, അവൻ പിതാവല്ല. ലം യലിദ് വലം യൂലദ്. പിതാവ് എന്ന് പറഞ്ഞാൽ പിതാവ് ഖാലിഖാണോ? അല്ല, പിതാവ് പിതാവാണ്. വമിൻ ജിൻസിഹി വമിൻഹു ഖുലിഖ അൽ വലദു. ആ പിതാവിൽ നിന്ന് പുത്രനെ സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ടാണ് പിതാവ്. അള്ളാഹുവിൽ നിന്ന് സൃഷ്ടിയെ പടക്കപ്പെട്ടതാണോ? അല്ല, അള്ളാഹു പടച്ചതാണ്. അതേ സമയത്ത് മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് പടക്കപ്പെട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വമിൻ നൂരിഹി, ഹബീബായ നബിയാണ്. അതുകൊണ്ട് ഹബീബ റസൂലുള്ളാഹിക്ക് അബുൽ കൗൻ, പ്രപഞ്ചത്തിന്റെ പിതാവ് എന്ന് പറയാം. എന്നാൽ അത് ഇബ്രാഹിം നിയാസിൽ കൗല ഖൈമാത്ത തങ്ങൾ മാത്രം പറഞ്ഞ വാക്കാണോ? അത് അല്ല. അല്ല അല്ല ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു തന്റെ മവാഹിബിൽ സ്വഹീഹുൽ ബുഖാരിയുടെ കൂടി വ്യാഖ്യാതാവാണ് ബഹുമാനപ്പെട്ട ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു. സ്വഹീഹുൽ ബുഖാരിയുടെ കൂടി കർത്താവാണവർ, അതിന്റെ വ്യാഖ്യാതാവാണവർ. അവർ തന്റെ മവാഹിബിന്റെ ആമുഖത്തിൽ പറയുന്നത് നിങ്ങൾ നോക്കൂ. فمحمدنا هو سيدنا فالعز لنا لإجابته الله 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 فظهر بالملأ الأعلى وهو بالمنظر الأجلى وكان له المورد الأحلى فهو صلى الله عليه وسلم ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ ജിൻസുൽ ആലി അലാ ജമീഇൽ അജ്നാസ്, എല്ലാ വർഗങ്ങളുടെയും മേലെയുള്ള ഒരു വർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വർഗമാണ്. അതിനർത്ഥം അതുപോലെ നബിയെ പോലെ വേറെ ഉണ്ടോ? ഇല്ല. അതായത് ആ വർഗത്തിൽ ഒരു ഫർദേ ഉള്ളൂ. ഒരു വർഗത്തിൽ ഒന്നേ ഉള്ളൂ, രണ്ടാമത്തെ ഒന്നില്ല. പക്ഷെ ഇത് അതിനുശേഷമുള്ളതിന്റെ വർഗം പോലെയുള്ള വർഗമല്ല, ഇത് വേറിട്ടൊരു വർഗമാണ്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? വളരെ ചിന്തിക്കണം. അതൊരു വർഗമാണ്. ദൈവമാവുക എന്നതൊരു വർഗമാണ്. പക്ഷെ അതിൽ ഒരു ഫർദേ ഉള്ളൂ. ആര്? അല്ലാഹു മാത്രം. അതേപോലെ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളും. മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരു വേറിട്ട വർഗമാണ് സൃഷ്ടികളിൽ. സ്രഷ്ടാവാണോ? അല്ല, സൃഷ്ടിയാണ്. പക്ഷെ ആ സൃഷ്ടിയിൽ വേറൊരു വർഗമില്ല, ആ സൃഷ്ടിയിൽ വേറൊരു ഫർദില്ല, അത് വേറൊരു ഗണമാണ്. മനസ്സിലാണ്ട് പറഞ്ഞത് ഇതാണ്. അതുപോലത്തെ വേറെ ഒന്നും ഇല്ല. അങ്ങനെ തോന്നി. അൽ ജിൻസുൽ ആലി അലാ ജമീഇൽ അജ്നാസ്, എല്ലാ വർഗങ്ങളുടെയും മീതയായ ഒരു വർഗമാണ് മുഹമ്മദ് മുസ്തഫ. വൽ അബുൽ അക്ബറു, ഏറ്റവും വലിയ ബാപ്പയുമാണ്. ഇതിനു വേണ്ടി അത് ഇവിടെ കൊണ്ടുവന്നത്. ഇതാരുടെ വ്യാഖ്യാനമാണ്? ഇമാം ഖസ്തലാനിയുടെ റളിയല്ലാഹു അൻഹു അവരുടെ മവാഹിബിന്റെ ആമുഖത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. എന്തിനുള്ള ബാപ്പയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ലിജമീഇൽ മൗജൂദാത്തി വന്നാസ്, ലിജമീഇൽ മൗജൂദാത്തി, എല്ലാ ഉണ്ടാക്കപ്പെട്ട സൃഷ്ടികൾക്കും ബാപ്പയാണ് റസൂലുള്ളാഹ്. അപ്പോൾ അബുൽ കൗനാണ്. വന്നാസി, മനുഷ്യർക്കും ബാപ്പയാണ്. അപ്പോൾ മനുഷ്യരുടെ ബാപ്പ ആദമല്ലേ? അതെ, ആദമിനും ബാപ്പയാണ്. അസ്സാബിഖു മിൻഹു അവ്വലൻ വഹുവ ഖുലിഖ മിൻ നൂരി മുഹമ്മദ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് ആദമിനെ അടക്കം അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ ഹബീബായ നബി ആരാണ്? ഹബീബായ നബിയെ പോലെ ഒരു ഗണമില്ല. ആ ഗണത്തിൽ ഒരു ഫർദേ ഉള്ളൂ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ഇനി വേറൊന്നതിൽ ഉണ്ടാകാനും ഇല്ല. അപ്പോൾ നബി ആരാണ്? അൽ അബുൽ അക്ബറു. ഞാൻ വളരെ കൃത്യമായി വായിക്കാണ്. ഇമാം ഖസ്തലാനി പറഞ്ഞ വാക്കാണ്. വൽ അബുൽ അക്ബറു, ഏറ്റവും വലിയ വാപ്പ റസൂലുള്ളാഹിയാണ്. എന്തിനുള്ള വാപ്പ? ലിജമീഇൽ മൗജൂദാത്തി, എല്ലാ ഉണ്ടാക്കപ്പെട്ടതുകൾക്കും. വന്നാസി, മനുഷ്യർക്ക് പ്രത്യേകിച്ചും. മനുഷ്യർക്കും മനുഷ്യരെ പോലെ സകല ചരാചരങ്ങൾക്കും ബാപ്പയാണ് ആര്? റസൂലുള്ളാഹ്. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് എന്ത് പേരുണ്ട്? അൽ അബുൽ അക്ബറു, ഏറ്റവും വലിയ വാപ്പ. അപ്പോൾ ആദം നബിയോ? വഹുവ അസ്ഗറു മിൻ അബിൽ അക്ബരി, അബുൽ അക്ബറിനേക്കാൾ ചെറിയ വാപ്പയാണ്. വഹുവ
അബുൽ അജ്സാമി ജിസ്മുകളുടെ വാപ്പയാണ്. നബിയുൽ മുസ്തഫ അബുൽ അർവാഹി റൂഹുകളുടെ വാപ്പയാണ്. വൽ അർവാഹു ഫഹിയൽ ഉസൂലു, അതാണ് അടിസ്ഥാനങ്ങൾ. എല്ലാ അടിസ്ഥാനങ്ങൾക്കും അടിസ്ഥാനമായ ഒന്നാണ്. അപ്പോൾ നബി അബുൽ അക്ബറു ഏറ്റവും വലിയ വാപ്പയാണ്. ഇത് ഇമാം ഖസ്തല്ലാനിയുടെ വിശദീകരണമാണ്, എന്റെ വകയല്ല. ഇവിടെ ബഹുമാനപ്പെട്ട മഹാനായ ഇമാം സുർഖാനി തങ്ങൾ ഈ വാക്കിന്, ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനിയുടെ വാക്കിന് ഇമാം സുർഖാനി കൊടുക്കുന്ന വ്യാഖ്യാനം കൂടി ഞാൻ വായിക്കാം. ബഹുമാനപ്പെട്ട ഇമാം സുർഖാനിയുടെ ശറഹു സുർഖാനി അലൽ മവാഹിബിൽ ലദുന്നിയ ബിൽ മിനഹിൽ മുഹമ്മദിയ എന്ന കിതാബിന്റെ 1-ാം വാള്യത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം സുർഖാനി ഇമാം ഖസ്തല്ലാനിയുടെ അൽ അബുൽ അക്ബറുൽ ജമീഉൽ മൗജൂദാത്തി വന്നാസ് എന്ന വാക്കിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം സുർഖാനി പറയുന്നത് നിങ്ങൾ നോക്കൂ. മിൻ ഹൈസു അന്നൽ ജമീഅ ഖുലിഖു മിൻ നൂരിഹി, അന്നൽ ജമീഅ സകലവും മിനൽ മൗജൂദാത്തി വൽ ഹൈവാനാത്തി വൽ ജമാദാത്തി, എല്ലാ ഹൈവാനാത്തി ജമാദാത്ത് എല്ലാം, വസ്സമാവാത്തി ഒക്കെ, ഐ അൽ മഖ്ലൂഖാത്തി വൽ മൗജൂദാത്തി, ഭൂമിയിലുള്ള ചരാചരങ്ങൾ മാത്രമല്ല സകലങ്ങളും. അബുൽ അബു അബു അബുൽ ഹൈവാനാത്തല്ല, അബുൽ ജമാദാത്ത് അങ്ങനെയല്ല. അബുൻ അലാ ലഹിരിൽ അർദാണോ അതുമല്ല, പിന്നെന്താണ്? അബുൽ മൗജൂദാത്താണ്. അപ്പോൾ ആകാശം, മൗജൂദാത്തിൽ ആകാശം പെടുമല്ലോ, മൗജൂദാത്തിൽ ഭൂമി പെടുമല്ലോ, മൗജൂദാത്തിൽ നക്ഷത്രങ്ങൾ പെടുമല്ലോ, അർശും കുർസിയും ലൗഹും കലമും പെടുമല്ലോ. അതെല്ലാം മഖ്ലൂഖാത്തും മൗജൂദാത്തുമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ ഖബറു ഷരീഫിന്റെ മണ്ണിന്റെ താഴെയുള്ള സ്ഥാനമേ അർശിനുള്ളൂ എന്ന് പറഞ്ഞത്. ഇത് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ഈ അർശിന്റെയും അസ്ലാണ് റസൂലുള്ളാഹ് ഖുലിഖൽ അർശു മിൻ നൂരി മുഹമ്മദ്. അപ്പൊ എന്താണത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കൻസാണ്, ഒരു നിധിയാണ്. മിൻ ദാലിക്കൽ കൻസി ഖലഖല്ലാഹു ജമീഅൽ മൗജൂദാത്തി, എല്ലാ മൗജൂദാത്തിനെയും ആ നിധിയിൽ നിന്നാണ് അല്ലാഹു തആല പഠിച്ചത്. പണ്ട് ഞാൻ കൗലഖി തങ്ങളുടെ വാക്ക് തന്നെ വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫനഷ്തതുഹു കൻസിയത്തുൽ ഹഖ് വഹദഹു ലിറാക അതാനാ ഖാസി മൻബാ മുഖസ്സമാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫനഷ്തതുഹു, നബിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ കൻസിയത്തുൽ ഹഖ്, ഹഖ് തആലയുടെ നിധിയാണ്. നിധി എന്തിനാ നിധി എന്നറിയാം? എന്തിനാ നിധി എന്നറിയില്ല? എന്തിനാ ഒരു സാധനത്തിന് എപ്പോഴാ നിധി എന്ന് പറയാം? വാട്ട് ഈസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് നിധി? നിധി എന്ന വാക്കിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയും. നിധി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് അതിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടത്, ചെലവ് ചെയ്യപ്പെട്ടത്, അതാണ് നിധി. ഇപ്പോൾ ഒരു വീട്ടിന്റെ ഫർണിച്ചർ മുഴുവൻ ഒരു മരത്തിൽ ഉണ്ടാക്കപ്പെട്ടാൽ ആ വീട്ടിന്റെ മരവീയായ കാര്യങ്ങൾക്കൊക്കെ നിധി ആ മരാണ്. ഒരു വീട്ടിലുള്ള ആവശ്യമായ കല്ല്, വെട്ടുകല്ല്, ചുമന്ന കല്ല്, കരിങ്കല്ലെല്ലാം ഒരു കോറിയിൽ നിന്നാണ് എടുത്തതെങ്കിൽ ആ വീട്ടിന്റെ കല്ലുപരമായ വിഷയത്തിൽ നിധി അതാണ്. ഒരു പീടികയുടെ ലാഭത്തിൽ നിന്നാണ് നമ്മൾ ഒരു വീടുണ്ടാക്കിയതെങ്കിൽ ആ വീടിന്റെ നിധി ആ പീടികയാണ്. അതിൽ നിന്നാണ് ഇതുണ്ടായത്. അപ്പോൾ അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫയെ ഉണ്ടാക്കിയത് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കൾക്കും തന്റെ നിധിയായിട്ടാണ്. അപ്പൊ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും അല്ലാഹു തആല ഇതിൽ നിന്ന് പടച്ചതാണ്. അപ്പോൾ അടിസ്ഥാനപരമായ ഹഖ് തആലയുടെ നിധിയാണ് ആര്? മുഹമ്മദ് മുസ്തഫ. എന്തിനുള്ള? സകല പ്രപഞ്ചത്തിനും. നമ്മുടെ നബിയുടെ വലിപ്പത്തരം നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നബിയായി മനസ്സിലാക്കും. അങ്ങനെ ആവുമ്പോൾ പറ്റൂലല്ലോ. ഇതൊരു സാധാരണ ആളും അല്ലല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കും. എന്ന്
എന്ന്. അതിങ്ങനെ ഒളിഞ്ഞു കിടക്കിയിരുന്നു. വലമ്മൻ തഹസ്സമാന ബിൽ ഇസ്മിൽ ബാത്തിനി ഫീ ഹഖ്ഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ വുജൂദി ജിസ്മിഹി വർത്തിബാത്തി റൂഹി ബിഹി ഇൻതഖല ഹുക്മു الزمان ഇലാ الاسم الظاهر فظهر محمد صلى الله عليه وسلم بكليته جسما وروحا. അത് ഒളിഞ്ഞു കിടക്കുന്ന നിധിയായിരുന്നു. ആ നിധി ഒളിഞ്ഞങ്ങനെ കിടന്നു. ചില നിധി ഉണ്ടാവും, ആ നിധിയിൽ നിന്നായി ഇതൊക്കെ ഉണ്ടാവുക, ആ നിധി വെളിപ്പെടൂല, അതവിടെ എങ്ങനെ കിടക്കും. അറിയുന്നവനേ അറിയുള്ളൂ. മനസ്സിലാണ്ട് പറഞ്ഞു. ഒന്ന് വാപ്പ അല്ലുമ്മ വല്യമ്മ നേരം എടുത്താൽ ഒരു മുറവും എടുത്തിട്ട് നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോണ കാണാം, പിന്നെ അരിയും കൊണ്ട് വരുന്നു കാണാം. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. കയറിന് മുമ്പ് ഉമ്മ പൂട്ടും. മനസ്സിലായില്ല? അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന മുമ്പ് തുറന്ന് ഇറങ്ങണോട് കൂടെ പൂട്ടും. എൻ്റെ വല്യമ്മ അങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ വല്യമ്മക്ക് അങ്ങനെ മുറി ഉണ്ടായിരുന്നു. വീട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ആർക്കും പ്രവേശനമില്ല. അവിടെ എന്താ നടക്കണമെന്ന് ഞങ്ങൾക്കോട്ട് അറിയില്ല. കുറെ കാലം, അനവധി കാലം കുട്ടികളൊന്നും വഴിക്ക് വരാൻ വല്യമ്മ വയ്ക്കില്ല. വല്യമ്മ ഉള്ളിലേക്ക് പോകും. പിന്നെ എൻ്റെയും തട്ടുമുറം എടുത്തിട്ട് പോയിട്ട് എന്താ വേണ്ട സാധനങ്ങൾ, അരിയാണെങ്കിലും മറ്റേതാണെങ്കിലും വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ, അക്കാലത്ത് വിലപിടിപ്പുള്ള സാധനമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് അരി. ഇക്കാലത്ത് വിലയില്ലാത്തതായി കണക്കാക്കപ്പെടുന്നതുമാണ് അരി. എന്തേ ഇക്കാലം ഇങ്ങനെ അക്കാലം അങ്ങനെ എന്നുള്ളത് ഞാൻ പിന്നീട് പറയും, ഇപ്പൊ പറയില്ല. അതിനൊരു കാരണമുണ്ട്. ആ കാരണം എനിക്കറിയും. എന്തുകൊണ്ടാണ് അരിക്ക് വില കുറഞ്ഞത്? അരിക്ക് വില കുറഞ്ഞ അവസ്ഥ തന്നെയാണ്. എന്തുകൊണ്ട്? അരിക്ക് വില കുറവാണ്. എന്താണെങ്കിലും അരിക്ക് വില കുറവാണ്. ഉറപ്പായിട്ട് അരിക്ക് വില കുറവാണ്. എന്തുകൊണ്ട്? ഉദാഹരണം, ഇന്ന് ഒരു കാലത്ത് ഒരാൾ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്താലും 1 കിലോ അരിക്കുള്ള വില നാണയം കിട്ടില്ല. ഇന്നോ? നിങ്ങൾ അങ്ങനെയാണ്. ഒരു നമ്മുടെ പ്രൊഡക്ടിവിറ്റി മനസ്സിലായി. നമ്മളിൽ നിന്ന് എന്ത് പ്രൊഡക്റ്റാ പുറത്തുവരുന്നത്? നമ്മളെ അധ്വാനം. ആ അധ്വാനത്തിൻ്റെ വില അതാണല്ലോ നമ്മുടെ ജീവിതത്തിന് മാനദണ്ഡം. ഇപ്പം രാവിലെ 8 മണി 6 മണിക്ക് പണിക്കറങ്ങി വന്ന പാടത്ത് വൈകുന്നേരം 6 മണി വരെ പണിയെടുത്താലും 1 കിലോ അരിക്കുള്ള പൈസ കിട്ടൂല. കൂലിയായി കൊടുത്തിരുന്ന നെല്ലാണ്. ആണുങ്ങൾക്ക് 2 ഇടങ്ങായി നെല്ല് കൊടുക്കും, പെണ്ണുങ്ങൾക്ക് 1 ഇടങ്ങായി നെല്ലും കൊടുക്കും, 1.5 ഇടങ്ങായി നെല്ലും കൊടുക്കും. എൻ്റെ കുട്ടിക്കാലത്ത് അതിന് രാവിലെ 6 മണിക്ക് പണിക്കിറങ്ങും, വൈകുന്നേരം 6 മണി വരെ പണിയെടുക്കണം. അട്ടുള്ള പാടത്ത് പണിയെടുക്കണം. ഞാൻ കണ്ടതാണ് ജനങ്ങൾ. നിങ്ങളെ പറഞ്ഞ കാര്യമില്ല, നിങ്ങൾക്ക് അന്തമില്ല, നിങ്ങൾ കണ്ടിട്ടുമില്ല. ഞാൻ കണ്ടവനാണ്. ആണുങ്ങൾക്ക് 2.5 ഇടങ്ങഴി കൊടുക്കും നെല്ല്, പെണ്ണുങ്ങൾക്ക് 1.5 ഇടങ്ങഴിയും കൊടുക്കും നെല്ല്. 12 മണിക്കൂർ പണിയെടുക്കണം. ഭയങ്കര പണിയാണ്, കഷ്ടപ്പെട്ട പണിയാണ്. നിർബന്ധ സാഹചര്യത്തിൽ എല്ലാവരും പണിക്ക് വരും. എന്തുകൊണ്ട്? നാളെ പണിക്ക് പോരാതിരിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ഇന്ന് കിട്ടിയ കൂലി ഇന്നത്തെ അരിക്ക് തികഞ്ഞിട്ടില്ല. ഇവർക്കൊക്കെ 7, 8, 9 മക്കളുണ്ടാവും. മക്കൾ അധികമാകാനുള്ള ഒരു കാരണം സമ്പത്ത് അധികരിക്കലാണ്. 1 ദാരിദ്ര്യം അധികരിക്കലാണ്. 2ന്റെ ഇടയിൽ മക്കൾ കുറയും. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. മക്കൾക്കറിയാൻ ഒരു മാനദണ്ഡം ധനം അധികരിക്കുക, ഒരു മാനദണ്ഡം ധനം കുറയാം. ധനം കുറഞ്ഞാൽ മക്കൾ കൂടും, ധനം കൂടിയാൽ മക്കൾ കൂടും. ഇടഭാഗത്ത് മക്കൾ കുറയും. ഇടത്തരം ആളുകളാണ് ഇന്ന് സൊസൈറ്റിയിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് എന്തുവാണ്? മക്കൾ കുറവാണ്. 1 കുട്ടി 2 കുട്ടി ഇടത്തരം. അതിന് അതിൻ്റെതായ ശാസ്ത്രമുണ്ട്. ദാരിദ്ര്യം അധികരിച്ചാൽ മക്കൾ അധികരിക്കും, ധനം അധികരിച്ചാൽ മക്കൾ അധികരിക്കും. അതിന് അതിൻ്റെതായ ഒരു സയൻസ് ഉണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ പറയൽ നീട്ടി വെക്കണത് നല്ലതാണ്. ഇതൊക്കെ സത്യമാണ്, ഇതെല്ലാം സത്യം. അപ്പൊ ഈ മനുഷ്യന്മാര് വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്താലും മര്യാദക്ക് അവർക്ക് ഒന്നും കിട്ടൂല. നാളെ വരും. ഈ 2 ഇടങ്ങായി നെല്ല് കൊണ്ടുപോയാൽ അതിൽ എന്തുണ്ടാവും എന്നറിയോ? അതിൽ 1 ഇടങ്ങായി എന്തായാലും 10 ഉണ്ടാവും.
കാരണം തൊഴിലാളി കൊടുക്കണല്ലേ. അപ്പൊ അതിനാണെന്ന് പറയാൻ അവന് അധികാരമില്ല. ചില ഗുണങ്ങൾ തൊഴിലാളി സംഘടനകൾ ഉണ്ടായപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ചില ഗുണങ്ങളെ നിഷേധിക്കാൻ നമുക്ക് പറ്റൂല. ഇപ്പൊ കള്ളുകൊണ്ട് ചില ഗുണങ്ങളുണ്ട്. കള്ളുകൊണ്ട് ചില ഗുണങ്ങളുമുണ്ട്, വലിയ കുറ്റമുണ്ട്. കബീറും, കള്ളിലും ചൂതാട്ടത്തിലും വലിയ കുറ്റമുണ്ട്. ചില ഗുണങ്ങളുമുണ്ട്. ചില തൊഴിലാളി പ്രസ്ഥാനങ്ങൾ സമൂഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. ആ അവസ്ഥയിൽ സമൂഹം മാറി. ശരിക്കും ഞാൻ ആ ഭാഗത്തേക്ക് വരും. അതൊക്കെ അതിൻ്റെതായ ഒരു എക്കണോമിയാണ്. അതിപ്പോൾ പറഞ്ഞിട്ട് തീരൂല. വേറൊരു കാര്യം പിന്നീട് നിങ്ങൾക്ക് സംശയമുള്ള അത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് അപ്പം സംസാരിക്കാം. അത് വേറെ വിഷയമാണ്. ഞാൻ വേറെ പഠിച്ചെടുത്തൊരു കാര്യവുമാണ്. ശരി, തിരിച്ചു വരിക. അപ്പം ഈ 1.5 ഇടങ്ങായി 2 ഇടങ്ങായി നെല്ല് ഭാര്യയും ഭർത്താവും പണിയെടുത്താൽ 2 കൂടി 4 ഇടങ്ങായി നെല്ലിട്ടു. ഈ 4 ഇടങ്ങായി നെല്ല് ചേറി നോക്കിയാൽ തന്നെ അത് 3.5 ഇടങ്ങായി ഉണ്ടാവുള്ളൂ. ഈ 3.5 ഇടങ്ങായി കുത്തിയാൽ അത് 1 ഇടങ്ങായി 1.5 ഇടങ്ങായി അരിയേ ഉണ്ടാവുള്ളൂ. ഇത് 8 കുട്ടികൾക്ക് പട്ടിണിക്കാലത്ത് തിന്നണം. അത് തിന്നാൻ പരിധിയില്ലാതെ തിന്നു. അപ്പോൾ അക്കാലത്തെ ഒരു മനുഷ്യാധ്വാനത്തിന്റെ വിലയാണ് എന്ത്? 1 ഇടങ്ങായി അരി. ഇന്ന് ഒരാൾ പണിയെടുത്താൽ ആവറേജ് ഒരു സാധാരണ തൊഴിലാളിക്ക് 1000 ഉറുപ്പിക കിട്ടൂലേ? എത്രയാണ് അരിക്ക് വില? 50 ഉറുപ്പിക ആയിക്കോട്ടെ. അപ്പോൾ അരിക്ക് വില കുറവാണല്ലോ. എന്റെ അരിക്ക് വില കുറഞ്ഞ് അതിനൊരു കാരണമുണ്ട്. അതിപ്പോ പറഞ്ഞാൽ തീരില്ല, പിന്നെ പറയാം. ഇപ്പോൾ ആ മാണിക്കച്ചപ്പ് ഞാനോട് തുറക്കുകയുമില്ല. ആ മാണിക്കച്ചപ്പ് ഞാൻ തുറക്കണമെങ്കിൽ ഇനി 4 മാസം കഴിയും. 4 മാസം കഴിഞ്ഞിട്ട് ഞാൻ വിവരം നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ വാക്കിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവും. കറക്റ്റാണ്. അരിക്ക് വില പറയാൻ കാരണമുണ്ട്. അത് അലാവുദ്ദീൻ അത്ഭുത വിളക്കല്ല, അതിന് കാരണമുണ്ട്. 4 മാസം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറയും. സത്യം. ഇൻഷാ അല്ലാഹ്. ഇതിപ്പോൾ നമ്മൾ അരിയുടെ വില ഇവിടെ പറയാനുള്ള കാരണം എന്താ? നിധി 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 മനസ്സിലാണ്ട് പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്ക്. പിന്നെ ഇത് ഏതൊന്നിൽ നിന്നാണോ ഒന്നുണ്ടായത് അതിനെയാണ് അതിനെ നിധിയായി കണക്കാക്കുക. പ്രപഞ്ചത്തിന്റെ മൊത്തം നിധിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രപഞ്ചത്തിന്റെ മൊത്തം നിധിയാണ്. അതുകൊണ്ടാണ് അൽ അബുൽ അക്ബർ ഏറ്റവും വലിയ ബാപ്പാന് പേര് കിട്ടിയത്. അവിടെ ഇമാം സുർഖാനി പറയുന്ന വ്യാഖ്യാനം മിൻ ഹൈസു അന്നൽ ജമീഅ ഖുലിഖു മിൻ നൂരിഹി, ഹബീബാ നബിയുടെ പ്രകാശത്തിൽ നിന്നാണ് എല്ലാ മൗജൂദാത്തിനെയും പടക്കപ്പെട്ടത്. അപ്പോൾ അതിന്റെ നിധിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. വഅവ്വലു മാ ഖലഖല്ലാഹു നൂരി قدر على جميع على أصل الوضع اللغوي وبهذا الاعتبار سمي المصطفى بنور الأنوار وبأبي الأرواح. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പേരുണ്ട്. എന്താ പേര്? ഞാനൊരു വാക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് പോയതാണ്. ഒലമൻ തഹസ്സമാനു ബിൽ ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കിയില്ല. എന്ത്? ചില നിധിയെ നമ്മൾ കാണൂല. നിങ്ങൾ എന്നോട് ചോദിക്കണില്ല, മറ്റേ വാക്കിലേക്ക് തെറ്റാൻ പാടില്ല. അതായത് നിധിക്ക് 2 അവസ്ഥ ഉണ്ട്. ഒന്ന് ജനങ്ങൾ കണ്ടെത്തും, 2 ഒരാൾ കണ്ടെത്തും, എന്നിട്ട് അയാൾ അതിൽ നിന്ന് ചെലവാക്കും, മറ്റുള്ളവർക്ക് കിട്ടും. ഇത് എവിടുന്നോ വരികയാണെന്ന് അറിയും, അത് എവിടുന്നോ അവർക്ക് അറിയില്ല. മനസ്സിലായില്ലേ? ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്തിനിയായ നിധിയായിരുന്നു. ഒരു ബാത്തിനിയായ നിധി. ഏതുവരെ? ലോകത്ത് പരക്കെയുള്ള ജനസമൂഹത്തിന് ഒരു ബാത്തിനിയായ നിധിയായിരുന്നു. AD 6-ാം നൂറ്റാണ്ട് വരെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലമ്മൻ തഹസ്സമാനു ബിൽ ഇസ്മിൽ ബാത്തിനി ഫി ഹഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ വജൂദി ജിസ്മിഹി വർത്തിബാത്തി റൂഹി ബിഹി ഇൻതഖല ഹുക്മു സമാനി ഇലാ ഇസ്മിൽ ലാഹിരി. AD 6-ാം നൂറ്റാണ്ടായപ്പോൾ ആ നിധി പുറത്തേക്ക് വന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വല്യമാന്റെ ബാക്കിൽ കൂടി പോയിട്ട് പത്തായം കണ്ടുപിടിച്ചു. മറ്റേത് വല്യമ്മ എന്ത് ചെയ്യും? ഞങ്ങൾ താഴ്വാരത്ത് പിന്നെ നിൽക്കും, മുറിയിൽ നിൽക്കും, കോണിപ്പടിയുടെ ചോട്ടിൽ. ആ കോണിപ്പടി നേരെ മുന്നിലായിരുന്നു അപ്പുറത്തേക്ക് വല്യമാൻ്റെ മുറി. അതിൻ്റെ ഉള്ളിലാണ് പത്തായുള്ളത്. അപ്പോൾ നിങ്ങളോട് കയറുന്നത്, കുട്ടി ആരും ഇവിടെ കയറേണ്ട പറയും. കുട്ടികളാർക്കും കയറാൻ അധികാരം ഇല്ല. വല്യമ്മ
നല്ല കട്ടിയുള്ള വാതിലായിരുന്നു. വലിയ ഉള്ളിലേക്ക് പോകും. പിന്നെ നമ്മൾ പുറത്ത് നിൽക്കും സാധനങ്ങൾ. അതിന് അവിടെ ഉള്ളിൽ പോയിട്ട് വലിയ പൈസ എണ്ണി കൊണ്ടുവന്ന് ചില്ലാനത്തിന് പൈസ തരും, അരി കൊണ്ടുവന്ന് തരും. നമ്മൾ എവിടുന്നാണ് ഇത് കൊണ്ടുവരുന്നത് അറിയില്ല. എൻ്റെ ഉള്ളിലേക്ക് വലിയ പോകുന്നുണ്ട്, പിന്നെ അതുകൊണ്ട് വരുന്നുണ്ട്. അവസാനം കുറെ കാലം കഴിഞ്ഞപ്പോൾ വല്യമാക്ക് തന്നെ ചിലപ്പോൾ ഇതിലൊന്നും വലിയ കഥ ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടാകാം ഒന്നിരിക്കൽ. ഇനി ഇതൊക്കെ ഒരു കണ്ടോട്ടെ, ഞാനേതായാലും മരിക്കാനായല്ലോ എന്ന് വല്യമാക്ക് തോന്നിയിട്ടുണ്ടാകാം. ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ വയസ്സായത് കൊണ്ട് ഇനി വല്ലാതെ ഒന്നും ഒരു സാധനങ്ങൾ നാശാക്കൂലെന്ന് തോന്നിയിട്ടുണ്ടാകാം. എന്താണെങ്കിലും പിന്നെ വല്യമ്മാൻ്റെ ഒപ്പം പോയി എന്ത് കണ്ടു? പത്തായം കണ്ടുപിടിച്ചു. പത്തായം ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അതുവരെ പത്തായം ഞങ്ങൾക്ക് എന്താണ്? അൽ കൻസുൽ ബാത്തിനു, ഉള്ളിൻ്റെ ഉള്ളിലുള്ള നിധി. പിന്നെ അൽ കൻസുൽ ലാഹിറു, പുറത്തേക്ക് വന്ന നിധി. AD 6-ാം നൂറ്റാണ്ട് വരെ ഈ നിധിയെപ്പറ്റി പരക്കെ ജനങ്ങൾക്കറിയില്ല. കുറഞ്ഞ ആളുകൾക്കറിയും, അത് അമ്പിയാക്കളാണ്. പിന്നെ അത് പുറത്തേക്ക് വന്ന പൊതുജനത്തിന് മനസ്സിലായില്ലേ? ചില കാലത്ത് വലിയൊരു കാലം അകത്ത് നിന്ന ഈ നിധി AD 6-ാം നൂറ്റാണ്ട് കൂടി ഇവിടെ പുറത്തേക്ക് വന്നു. AD 571. മനസ്സിലായില്ലേ? ഇതാണ് പറഞ്ഞ വാക്കിന്റെ താല്പര്യം. فنشأته كنزية الحق وحده لذاك أتانا قاسي منبع مقسما. എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മിയൽ മുസ്തഫ. ഇവിടെ മുസ്തഫ നബിക്ക് പുതിയ ഒരു പേരുണ്ട്. എന്ത്? ബി നൂരിൽ അൻവാരി, പ്രകാശങ്ങളുടെ പ്രകാശം എന്ന നബിക്ക് പേരുണ്ട്. അബിൽ അർവാഹി, റൂഹുകൾക്കുള്ള ബാപ്പ എന്നും പേരുണ്ട്. എന്ന് അതുകൊണ്ടാണ് അബിൽ കൗനി അബിൽ കൗനി അബിൽ കൗനി വൽ അഖ്ലാഖ് ഫർഅൻ വ മഹ്തിദാ. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ബാപ്പയാണ് മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഇമാം സുഖാനി പറയുന്നത് നിങ്ങൾ നോക്കൂ. സുമ്മ ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറു കുല്ലി കാമിലിൻ, എല്ലാ പൂർണ്ണതയുടെയും അവസാനത്തെ ആൾ നബിയാണ്. ഇത് ലാ യഖ്ലുഖുല്ലാഹു ബഅദഹു മിസ്ലഹു, അതുപോലത്തെ ഒന്നിനെ അല്ലാഹു പടക്കൂല. അതുകൊണ്ട് പൂർണ്ണതയുടെ ആദ്യത്തെ ആൾ നബിയാണ്, അവസാനത്തെ ആൾ നബിയാണ്. അപ്പൊ നബി ഖത്മാണ്. ഇവിടെ നേരത്തെ ഖത്മ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ബുലിതു ബിഹുബ്ബിൽ മുസ്തഫൽ ഖത്മി അഹ്മദാ അബിൽ കൗനി വൽ അഖ്ലാഖ് ഫർഅൻ വ മഹ്തിദാ. ഇവിടെ ഖത്മി എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇമാം സുർഖാനി പറയുന്ന വാക്ക് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ ഇമാം സുർഖാനി പറയുന്നത്? ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറു കുല്ലി കാമിലിൻ വ അവ്വലു കുല്ലി കാമിലിൻ ഫഹുവൽ കാമിലു. പൂർണ്ണതയുടെ തുടക്കവും നബിയാണ്, പൂർണ്ണതയുടെ അവസാനം നബിയാണ്, പൂർണ്ണതയും നബിയാണ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റും നബിയാണ്, അതിൻ്റെ ഫ്യൂച്ചർ നബിയാണ്, അതിൻ്റെ പ്രസന്റും നബിയാണ്. പൂർണ്ണതയ്ക്ക് ലാ യഖ്ലുഖുല്ലാഹു ബഅദഹു മിസ്ലഹു, ഇനി അങ്ങനെ ഒന്നിനെ അല്ലാഹു തആല വേറെ പടക്കൂല. അതുകൊണ്ടാണ് അൽ ഖത്മി, ഖത്മ്. വളരെ ചിന്തിക്കണം. അതുപോലെ വേറെ ഒന്നും പടക്കൂല, അതുപോലെ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ അല്ല വേറെ ഒന്നിനെ പടക്കൂല. അബിൽ കൗനി വൽ അഖ്ലാഖി ഫർഅൻ വ മഹ്തിദാ ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറു കുല്ലി കാമിലിൻ, എല്ലാ പൂർണ്ണതയുടെയും അവസാനത്തെ ആൾ നബിയാണ്. വ അവ്വലു, പൂർണ്ണതയുടെ ആദ്യത്തെ സൃഷ്ടി നബിയാണ്. വൽ കാമിലു അൽ കാമിലു ബിനഫ്സിഹി വ സല്ലല്ലാഹു അലൈഹി വസല്ലം, പൂർണ്ണതയും നബിയാണ്. പൂർണ്ണതയുടെ ആദ്യത്തെ ആളും നബിയാണ്, പൂർണ്ണതയും നബിയാണ്, പൂർണ്ണതയുടെ അവസാനത്തവും നബിയാണ്. എന്തേ അള്ളാഹ്ക്ക് കഴിയില്ലേ? കഴിയും, പടക്കൂല. അതതിൻ്റെ ആദത്ത് അങ്ങനെയാണ്, പടക്കൂല. ഇപ്പോൾ ഈ ലോകത്തെ അവസാനിപ്പിച്ചിട്ട്, ഇപ്പോൾ ലോകത്തെ സൂര്യാസ്തമയം നടത്തിയിട്ട് ഒരു സെക്കൻഡോട് സൂര്യ ഇടിയും എന്നിട്ട് പോയിട്ട് ഒരു സൂര്യാസ്തമയമാണ് നടത്തിയിട്ട് വൈകുന്നേരം 10 മിനിറ്റ് കൊണ്ട് രാത്രി മഗ്‌രിബാക്കി കൂടെ? അതൊക്കെ കഴിയും, പക്ഷേ ചെയ്യൂല. നമുക്ക് കഴിയുന്നുണ്ട്. ഇപ്പം നമ്മളൊരു മെസ്സേജ് ഒരാളെ അയച്ചു, ഒന്നിലിട്ട ഒരു സ്റ്റാൻഡിൽ കേൾക്കും, 1.5 ആക്കിയാലോ കുറച്ചുകൂടി സ്പീഡാക്കും,
2 പേരൻസിലോ അങ്ങനെ നമ്മൾ വോയിസ് കേൾക്കുന്നില്ലേ? നമുക്ക് കൂടുതൽ കേൾക്കാനില്ല, അപ്പോൾ നമ്മൾ 2 നമുക്ക് കാര്യമായി പണിയില്ല, അപ്പോൾ നമ്മൾ 1 അപ്പോൾ നമ്മൾക്ക് തന്നെ ചില സാധനങ്ങളെ സ്പീഡാക്കാൻ കഴിയുമെങ്കിൽ അല്ലാഹുവിന്റെ കയ്യില്ലേ? കഴിയും, പക്ഷേ ചെയ്യൂല. ഇത് ഇന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറു കുല്ലി കാമിലിൻ, എല്ലാ പൂർണ്ണതയുടെയും അവസാനത്തെ ആൾ മുഹമ്മദ് മുസ്തഫയാണ് എന്ന് എല്ലാത്തിൻ്റെ അവസാന ഭാഗത്ത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഐനുർ റഹ്മത്തി റബ്ബാനിയ, റബ്ബാനിയായ റഹ്മത്തിൻ്റെ ഐനാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഐനി റഹ്മത്തി റബ്ബാനിയ, അത് ഹബീബായ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഐനുർ റഹ്മത്തി റബ്ബാനിയത്താണ് മുഹമ്മദ് മുസ്തഫ. فأنت رسول الله أعظم كائن وأنت لكل الخلق بالحق مرسل عليك مدار الخلق إذ أنت قطبه وأنت مدار الحق تعلو وتعدل فؤادك بيت الله دار علومه وباب عليه منه للحق يدخل ينابيع علم الله منه تفجرت ففي كل حي منه لله منهل. അതാണ് ആരാ ഹബീബാൻ. ഇത് ഇമാം ഖസ്തലാനി തങ്ങളുടെ വാക്കുകളാണ് എന്ന്. ഫഅൻത റസൂലുള്ളാഹ്, ഹേ മുത്തുനബിയേ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. അഅ്ലമു കാഇനി, സൃഷ്ടികളിൽ ഏറ്റവും മഹാനുമാണ്. അബുൽ കൗനാണ്, ഞാൻ അബുൽ കൗനാണ് എന്നതിന്റെ മറ്റൊരു വ്യാഖ്യാനം പറയാം. അഅ്ലമു കാഇൻ, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ആള്. മനസ്സിലായില്ലേ? അഷ്റഫുൽ ഖൽഖാണ് മുഹമ്മദ് മുസ്തഫ. ഫഅൻത റസൂലുള്ളാഹി, ലോണം കേൾക്കണം, മനസ്സിലാക്കണം. പ്രഭാഷകർക്ക് ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളാം. കിതാബുകളടക്കം പറഞ്ഞു തരുന്നത് എന്തിനാണ്? ആ കിതാബുകൾ അവർക്ക് നോക്കാം, അവർക്കും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാം. ഇന്ന് ജനങ്ങൾക്കിടയിൽ നിരീശ്വരവാദം അധികരിക്കാനുള്ള അടിസ്ഥാന കാരണം പുണ്യ റസൂലിനെ കുറിച്ചുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. മുസ്ലിമീങ്ങളെ നബിയെ കുറിച്ചുള്ള വിശ്വാസം കുറയാൻ വേണ്ടിയാണ് ചില പ്രസ്ഥാനങ്ങൾ അധ്വാനിച്ചത്. അതാണ് കാരണം. അപ്പോൾ വലിയ നഷ്ടം സംഭവിച്ചു. മാണിക്കക്കല്ലിനെ ഒരു പൊതിഞ്ഞാ കൊണ്ടുവരുന്നത്. ആ പൊതിയാണ് ആളുകൾ കാണുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോലത്തെ മുടിയനായ പുത്രന്മാർ എന്ന കാലം വന്നപ്പോൾ ചില ആളുകൾ എന്ത് പറഞ്ഞു, ഇതിനെപ്പോൾ പൊതിയായിട്ട് കൊണ്ടു നടക്കുന്നു. നമുക്ക് ആ പൊതിയാൻ വലിച്ചെറിഞ്ഞു. പൊതിക്കിപ്പോൾ എന്താ, പൊതിയണ്ട് എറിഞ്ഞു. പൊതി എറിഞ്ഞപ്പോൾ മാണിക്കക്കല്ലിൻ്റെ ശോഭ കുറഞ്ഞു തുടങ്ങി. അള്ളാഹുവിൻ്റെ വിശ്വാസത്തിന് പൊതിയാണ് മുഹമ്മദ് മുസ്തഫ. അത് നമ്മൾ വലിച്ചെറിഞ്ഞപ്പോൾ ആ തൗഹീദിൻ്റെ ശോഭ കുറഞ്ഞു പോയതാണ്. പറഞ്ഞാൽ ന്യായമുണ്ടല്ലോ. എന്തിനാപ്പം അങ്ങനെ എപ്പോഴും നബിനെ കൊണ്ടു നടക്കണം? കുടിയത്തൂരിനടുത്താണ് ഈ പ്രഭാഷണം ഞാൻ നടത്തുന്നത്. ഒരു കുടിയത്തുകാരൻ 2 കൊല്ലം മുമ്പുള്ള സംസാരമധ്യേ എന്നോട് പറഞ്ഞു. ഒരു കുടിയത്തൂർക്കാരൻ 2 വർഷങ്ങൾക്ക് മുമ്പുള്ള സംസാരമധ്യേ എൻ്റെ മൊബൈലിലേക്ക് അയച്ചൊരു മെസ്സേജിന് മധ്യേ എന്നോട് പറഞ്ഞു, നമ്മൾക്ക് ഖുർആൻ എത്തിക്കാൻ വേണ്ടി വന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി പിന്നെ എവിടെ മരിച്ചു, എങ്ങനെ മരിച്ചു, അത് ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ആളിപ്പോൾ എവിടെയാണ് കിടക്കുന്നത് അത് നമുക്കറിയേണ്ട ആവശ്യവും ഇല്ല. ആളെവിടെയോ പോയി, നമുക്കെന്താണ്, നമുക്ക് കിട്ടേണ്ടത് ഖുർആനാണ്. അത് കിട്ടി. ആരെ പറ്റി? പറ്റി. ഒരു കുടിയത്തൂർക്കാരൻ ബിഫോർ 2 years എന്നോട് പറഞ്ഞു. 2021 അന്നത്തെ ദിവസം ഞാൻ അയാളുടെ മെസ്സേജ് അയാളുടെ വഴി ബ്ലോക്ക് ചെയ്തു. പിന്നെ അയാൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അതിനെ ഭയപ്പെട്ടു. എനിക്ക് പേടിയാണ്, അങ്ങനത്തെ വാക്കുകൾ കേൾക്കുന്നത് പോലും പേടിയാണ്.
അള്ളാഹുക്ക് പൊരുത്തല്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നതിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവരൊക്കെ പറഞ്ഞാൽ നന്നാവും ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു ഈ ഒരൊറ്റ വാക്കിലൂടെ. എന്തുകൊണ്ട്? അവർ നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. അവരാരെയാ ചെറുതാക്കിയത്? പുണ്യ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്ക് അത്ര എത്താൻ പാടില്ല. അങ്ങനെ പാടില്ല. ഒടുക്കെത്തിയപ്പോൾ കഴിഞ്ഞു. ഇനി എൻ്റെ അപ്പുറത്തെ കുഫ്രാൻ, അത് തന്നെ കുഫ്രാണെന്നാണ് എൻ്റെ വിശ്വാസം. തന്നെ കുഫ്രാൻ. നബിയെ വില കുറക്കുന്നത് കുഫ്രാൻ. യകൂന ആഖിബത്തുഹു ആഖിബത്തുൽ കുഫ്രി. ഒക്കെ തമാശ നിങ്ങൾ വിചാരിക്കണ്ട, അത് കുഫ്റിലെ മരിച്ചു പോകും. فأنت رسول الله أعظم كائن وأنت لكل الخلق بالحق مرسل. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹാനായ ആൾ അങ്ങാണ്. وأنت لكل الخلق بالحق مرسل. ഹക്കായിട്ടും ഈ ലോകത്തെ സകല ചരാചരങ്ങളിലേക്കും അങ്ങ് മുർസലുമാണ്, അയക്കപ്പെട്ട ദൂതനുമാണ് മുഹമ്മദ് മുസ്തഫ. عليك مدار الخلق إذا أنت قطبه وأنت مدار الحق تعلو وتعدل. عليك അങ്ങയുടെ മേലാണ് മദാറുൽ ഖൽഖി, സൃഷ്ടികളുടെ എല്ലാം അച്ചുതണ്ട് അങ്ങാണ്. ഇത് അന്ത ഖുതുബുഹു, എല്ലാത്തിൻ്റെയും ഖുതുബും അങ്ങ് തന്നെയാണ്. കേന്ദ്രബിന്ദു, ഖുതുബ് എന്നാൽ കേന്ദ്രബിന്ദു. വഅന്ത മനാറുൽ ഹഖ്, സത്യത്തിന്റെ വെളിച്ചം കാട്ടിയ ആളും അങ്ങ് തന്നെയാണ്. സത്യത്തിന്റെ മനാർ എന്നാൽ അവിടുന്നാണ് വെളിച്ചം പുറപ്പെടുന്നത്, അങ്ങയിൽ നിന്നാണ് വെളിച്ചം പുറപ്പെടുന്നത്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇസ്നിഹി വസിറാജൻ മുനീറാ. പ്രകാശം ഒഴുക്കി, പ്രകാശം തുറന്നു കൊടുത്തുകൊണ്ടേയിരിക്കുന്ന, പ്രകാശം അങ്ങനെ പൊഴിച്ചുകൊണ്ടേയിരിക്കുന്ന, സദാ നേരം പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്ന അരുണരശ്മികളുടെ കേന്ദ്രമായ വെളിച്ചമാണ്, വിളക്കാണ് അങ്ങ്. യാ റസൂലല്ലാഹ് ഫുആദുക ബൈതുല്ലാഹി ദാറു ഉലൂമിഹി വബാബുൻ അലൈഹി മിൻഹു ലിൽഹഖ് യദ്ഖുലൂ. ഫുആദുക ബൈതുല്ലാഹ്, അങ്ങയുടെ ഹൃദയം അല്ലാഹുവിൻ്റെ വീടാണ്. വദാറു ഉലൂമിഹി, അല്ലാഹുവിൻ്റെ ഇൽമ് ലോകത്ത് വിതരണം ചെയ്യുന്ന വീടും അങ്ങയുടെ ഹൃദയമാണ്. അപ്പോൾ അള്ളാഹിൻ്റെ ഇൽമിൻ്റെ വീടും അള്ളാഹിൻ്റെ വീടും അങ്ങയുടെ ഹൃദയമാണ്. അവിടുന്ന് ഒരാൾ മാറിയോ എന്ത് കിട്ടാനാണ്? അർശിനേക്കാളും കുർസീനേക്കാളും ലൗഹിനേക്കാളും കലമിനേക്കാളും നല്ലത് റസൂലുള്ളാഹിന്റെ ഖബറാണ്. ഇതാണ് സുന്നികളുടെ വിശ്വാസം. സുന്നികളുടെ വിശ്വാസം. ഇങ്ങനെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. ഞങ്ങളങ്ങനെയാണ്. ഞങ്ങൾ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? സുന്നികളെയാണ്. സുന്നി എന്ന് നോട്ടീസ് അടിച്ച് നടക്കണമല്ല. സുന്നിയും സുന്നി നോട്ടീസും രണ്ടാണ്. സുന്നി നോട്ടീസിലുള്ളവർ ചിലപ്പോൾ വഹാബിയോ. ഞാൻ സുന്നിയാണ്. ഈ ലോകത്തെ ഏറ്റവും പഴഞ്ചനും ഞാൻ തന്നെയാണ്, സുന്നി ഞാൻ തന്നെയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസ്സാരമാക്കിയിട്ട് ഇസ്ലാം ഈമാൻ്റെ ഒരു തെരും വിട്ടൂല. അള്ളാഹുവിലേക്ക് നമ്മളെ കൊണ്ടുപോയ ആൾ ആരാണ്? റസൂലുള്ളാഹ് മാത്രം. വഅൻത ഫുആദുക, അങ്ങയുടെ ഹൃദയമാണ് ബൈത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ വീട്. വീട്ടിലെത്തിയാലല്ലേ വീട്ടുകാരനെ കിട്ടുള്ളൂ. അപ്പോൾ വീട്ടുകാരനായ അള്ളാഹിനെ കിട്ടണമെങ്കിൽ എവിടെ എത്തണം? റസൂലുള്ളാഹിന്റെ കൽബിൻ്റെ അവിടെ എത്തണം. അപ്പോൾ റസൂലുള്ളാഹ് നിന്റെ കൽബാകണം. എൻ്റെ ഭാര്യയെ പറ്റി ഓളിൻ്റെ കൽബാണ് അറിയും, ഓൾ എന്നെ പറ്റി മൂപ്പരിൻ്റെ കൽബാണ് അറിയും. അവർ അങ്ങനെ പറയും, അങ്ങനെ പറയും, അങ്ങനെ പറയും. നല്ല സന്തോഷമായി ജീവിക്കുന്ന കാലത്ത് ഭാര്യയെ പറ്റി ഭർത്താവ് പറയും ഓളിൻ്റെ കൽബാണ്. ഓളും പറയും മൂപ്പരിൻ്റെ കൽബാണ്. രണ്ടാൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും കൽബാണ്, കൽബാണ്. കൈക്കോട്ടെ, കൽബായിക്കോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല, കൽബനാട്ടെ. പക്ഷേ ഇവിടെ കൽബ് പറയാൻ കാരണം എന്താ? ഓക്ക് കൽബില്ല. ഓളിൻ്റെ കൽബാണ് പറഞ്ഞപ്പോൾ എനിക്ക് കൽബില്ല, ഓക്ക് കൽബില്ല എന്നല്ല, എൻ്റെ കൽബും അവളെ കൽബും ഒട്ടിയിട്ടുണ്ട്. ഞങ്ങളെ തമ്മിൽ അകലല്ല. അങ്ങയുടെ ഹൃദയം അള്ളാന്റെ വീടാണെന്ന് പറഞ്ഞാൽ
മനസ്സിലായില്ലേ? അങ്ങയുടെ ഹൃദയത്തെ അങ്ങിന്റെ കൽബായാലേ എനിക്ക് ആരെ കിട്ടുള്ളൂ? അള്ളാഹിനെ കിട്ടുള്ളൂ. അങ്ങിന്റെ കൽബാണ്, അങ്ങയുടെ ഹൃദയം അള്ളാഹിന്റെ വീടാണ്. അപ്പോൾ ഇന്റെ കൽബ അങ്ങാണ്. അങ്ങയുടെ ഹൃദയം അള്ളാഹുവിന്റെ വീടാണ്. ദാറു ഉലൂമിഹി, അള്ളാഹുവിന്റെ വിജ്ഞാനങ്ങളുടെ വീടും അങ്ങയുടെ ഹൃദയം തന്നെയാണ്. വബാബുൻ അലൈഹി മിൻഹു ലിൽഹഖ് യദ്ഖുലു, വബാബുൻ അങ്ങൊരു വാതിലുമാണ്, അലൈഹി മിൻഹു, മനസ്സിലായില്ലേ? ആ വാതിലിലൂടെയാണ്, ആ വാതിലിന്റെ മേലാണ്, ആ വാതിലിലൂടെയുമാണ് ലിൽഹഖ് യദ്ഖുലു, ഹഖ് തആലയിലേക്ക് ഒരാൾ പ്രവേശിക്കുക. ആരിലൂടെയാണ്? അങ്ങ് അള്ളാഹിന്റെ വാതിലാണ്. ഞാൻ പണ്ടൊരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് ഒറ്റ വാതിലാണ് മുഹമ്മദ് മുസ്തഫ അല്ലേ? മുക്കത്തൊരു ക്ലാസ്സിൽ ചെയ്യാൻ വളരെ വിശദമായി അത് ബോർഡിൽ എഴുതി കാണിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. അന്ന് ഇത് കണ്ടിട്ടല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന തൗഫീഖ് കൊണ്ട് പറഞ്ഞാണ്. മഹാന്മാർ ഇങ്ങനെ എഴുതി വെച്ച് ഞാൻ കണ്ടിട്ടില്ല, ഇത് കണ്ടു പറഞ്ഞല്ല, അള്ളാഹു തന്ന ഒരു തൗഫീഖ് കൊണ്ട് പറഞ്ഞ ക്ലാസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ എഴുതി കളഞ്ഞത് എവിടുന്നും കണ്ടതല്ല, എൻ്റെ മനസ്സിൽ അള്ളാഹു ഉദിപ്പിച്ച ഒരു ആശയം കാണിച്ചു തന്നാൽ. ഇതിപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ കേൾക്കണം. ഇത് ഇമാം ഖസ്താലിയാനി മവാഹിബിൽ ആമുഖത്തിൽ കൊടുക്കുക. വബാബുൻ അലൈഹി മിൻഹു, അതൊരു വാതിലാണ് നബിയെ, അങ്ങൊരു വാതിലാണ്. ആ വാതിലിൻ്റെ മേലാണ്, ആ വാതിലിലൂടെയുമാണ് ലിൽഹഖ് യദ്ഖുലു, ലിൽഹഖ് യദ്ഖുലു, ഹഖ് തആലയിലേക്ക് ഒരാൾ പ്രവേശിക്കുക. ഹഖ് തആല ആരാ? അള്ളാഹു. അള്ളാഹുവിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത് വാതിലിലൂടെ പ്രവേശിക്കും. ആ വാതിലാരാ? അങ്ങ്. ഒരു വാതിലെന്തിനാ, ഒരു ചുമരിനെന്തിനാ വാതിൽ വെക്കണം? ഒരു ചുമരിനെന്തിനാ വാതിൽ വെക്കണത്? ഒരു മുറിക്കെന്തിനാ വാതിൽ വെക്കണത്? ഇപ്പം ഇതൊക്കെ ചുമരാണ്, പക്ഷെ ഇതിലെ പ്രവേശിക്കാൻ അനധികൃതാണ്. ഒരാൾ ചുമരി പൊളിച്ച് കയറിയാൽ അനധികൃതാണ്. ചുമരി പൊളിച്ച് കയറിക്കൂടെ? പറയും മനുഷ്യന്മാരെ, ഒരാൾക്ക് ഇവിടെ ചുമരി കുത്തിപ്പൊളിച്ച് കയറിക്കൂടെ? കയറാൻ പറ്റുമല്ലേ? കേരൾ ജായിസാണോന്നോ കയറിയാൽ സ്വർഗം കിട്ടുമെന്നല്ല എൻ്റെ ചോദ്യം. അങ്ങനെ അത് പോസിബിൾ അല്ലേ? ഒരാൾക്ക് ഇവിടുത്തെ ചുമരി പൊളിച്ചിട്ട് കയറൽ പോസിബിൾ ആണോ? പോസിബിൾ ആണ്, പക്ഷെ അത് ലീഗലി കേറ്റല്ല. ലീഗലി കള്ളനെ ഇവനെ പിടികൂടും. അതേസമയത്ത് വാതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വാതിലെന്തിനാണ്? ഔദ്യോഗികമായി നിയമപരമായി ആ മുറിയിലേക്ക് പ്രവേശിക്കാനുള്ള മാനദണ്ഡമാണ് എന്ത്? ആ വാതില്. فأنت باب الله وباب عليه منه للحق يدخل, ഹഖ് തആലയിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത് ഈ വാതിലിലൂടെ. ഏത് വാതിൽ? റസൂലുള്ളാഹിയുടെ വാതിൽ മാത്രം, രണ്ടാമത്തെ വാതിൽ ഇല്ല. അപ്പൊ മറ്റുള്ള അമ്പിയാക്കളോ? മറ്റുള്ള അമ്പിയാക്കൾ മറ്റുള്ള കാലഘട്ടത്തിൽ നബിയിലേക്ക് വെച്ച വാതിലാണ്, നമുക്ക് ഡയറക്റ്റ് വാതിലാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഇവിടെ ഈ മുറിയിലുള്ളവരാണ്. ഈ മുറിയിലുള്ള ആളുകൾക്ക് ഈ വാതിൽ മതിയല്ലോ. അതേസമയത്ത് അപ്പുറത്ത് ഇരിക്കുകയാണെങ്കിൽ അവർക്ക് വേറെയും പല വാതിലുകൾ കയറണമല്ലോ. മറ്റുള്ള അമ്പിമാക്കന്മാരെ ഉമ്മത്ത് നമ്മൾ വ്യത്യാസം എന്താ? നമ്മൾ തൊട്ടടുത്ത മുറിയിലാണ്, അവർ അപ്പുറത്തെ മുറിയിലാണ്. അവർക്ക് അവരുടെ നബിയുടെ വാതിലൂടെ കയറിയിട്ട് നബിയുടെ വാതിലൂടെ കയറണം അള്ളാഹുവിലേക്ക്. അവരെ നബിയുടെ കയറും വേണം. നമുക്കോ മറ്റുള്ള അമ്പിയാക്കന്മാർ ഡയറക്റ്റ് നബിയിലൂടെ കയറും പോലെയാണ്. ആ അമ്പിയാക്കന്മാരുടെ സ്ഥാനത്താണ് നമ്മളുള്ളത്. നമുക്ക് ഡയറക്റ്റ് നബി എന്ന വാതിൽ മതി. മറ്റുള്ള അമ്പിയാക്കന്മാർക്കും നബി എന്ന വാതിലൂടെ കയറിയാൽ മതി. മറ്റുള്ള അമ്പിയാക്കന്മാരെ ഉമ്മത്തിനോ അവരുടെ നബിയുടെ വാതിലൂടെ കയറിയിട്ട് മുഹമ്മദ് മുസ്തഫ വാതിൽ എത്തിയിട്ട് അതിലൂടെ കയറിയാലേ ആരിലെത്തുള്ളൂ? അള്ളാഹുവിലേക്ക്. ففي كل حي منه لله منهل ينابع علم الله അള്ളാഹിന്റെ വിജ്ഞാനത്തിന്റെ ഉറവ മിൻഹു, ആ നബിയിലൂടെയാണ് തഫജ്ജറത്ത് പൊട്ടി വിടർന്നത്. വിജ്ഞാനത്തിന്റെ ഉറവ പൊട്ടുക ആരിലൂടെ ഉറവിട്ട്? നബി റസൂലുള്ളാഹിലൂടെ മാത്രം. വേറൊരു നബിയുടെ ഉറവ് പൊട്ടിയിട്ടില്ല. വേറുള്ള നബി കുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഖർഫൻ മിനൽ ബഹരി ഔ റശ്ഫൻ മിനദ് യമി. മറ്റുള്ള നബിമാര് എല്ലാം നബിയുടെ മുന്നിൽ കൈക്കുമ്പിൾ കാട്ടി നിൽക്കാണ്, ഞങ്ങളൊന്ന് എടുത്തോട്ടെ. അപ്പോൾ ഉറവ എവിടെയുള്ളൂ? റസൂലുള്ളാഹിൽ മാത്രം. മറ്റുള്ള ഈ ഉറവേന്ന് പോയിട്ട് ഔളാണ്. ഔള് ഈ ഉറവേന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? വയനാടൊക്കെ ചില എന്ത് ചെയ്യുന്ന മലന്റെ മേലേക്ക് പൈപ്പ് വെക്കും.
എന്നിട്ട് അതിൽ നിന്ന് പള്ളിക്കത്തെ ഔലിലേക്ക് വരും. ഔലിൽ നിന്ന് നമ്മളെടുക്കും. പക്ഷെ ഔലിൽ ഉണ്ടായതല്ല, അപ്പുറത്തെ ഉറവയിലുണ്ടായതാണ്. ഉറവയിൽ വെള്ളം ഇല്ലെങ്കിൽ ഔലിൽ വെള്ളം ഉണ്ടാവില്ല. കിണറ്റിൽ വെള്ളം ഇല്ലെങ്കിൽ ഔലിൽ വെള്ളം ഉണ്ടാവില്ല. കിണർ അസലാണ്. ഔല് ഫറൂവാണ് എന്നതുപോലെയാണ്. അമ്പിയാക്കന്മാർ ലോകത്ത് വിവരം പറഞ്ഞിട്ടുണ്ട്. അത് എവിടുന്ന് പൊട്ടിക്കിട്ടിയതാണ്? റസൂലുള്ളാഹിൽ നിന്ന് പൊടിഞ്ഞതാണ്. ഉറവ പൊട്ടിയതാണ്. അർത്ഥം വെക്കി ഉറവ, മനസ്സിലായില്ലേ? ഉറവകൾ അള്ളാഹുവിന്റെ വിജ്ഞാനത്തിന്റെ ഉറവകൾ മിൻഹു, നബിയിൽ നിന്നാണ് തഫജ്ജറത്ത് പൊട്ടിയിട്ടുള്ളത്. ആ ഉറവ ആരിൽ നിന്നാ പൊട്ടിയത്? നബിയിൽ നിന്നാ പൊട്ടിയത്. ഫഫീ കുല്ലി ഹയ്യിൻ മിൻഹു ലില്ലാഹി മൻഹലൂ, എല്ലാവർക്കും ദാഹം തീരാനുള്ള തെളിനീരിന്റെ കേന്ദ്രം, നീ അള്ളാഹുവിലേക്കുള്ള ദാഹം തീരാനുള്ള കേന്ദ്രം ഏതൊരാൾക്കും ഫഫീ കുല്ലി ഹയ്യിൻ മിൻഹു, നബിയിൽ നിന്നാണ് ലില്ലാഹി മൻഹലു, അള്ളാഹുവിലേക്കുള്ള ആ മൻഹൽ, അള്ളാഹിൻ്റെ തണുപ്പുള്ള ആ വെള്ളം ഒരാൾ സ്വീകരിക്കൽ ആരിൽ നിന്ന് സ്വീകരിക്കണം? അള്ളാഹ് വെള്ളം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഹൃദയത്തിനെ നനപ്പിക്കണ വെള്ളം. അതേതാ? ഇൽമ്. ആ ഇൽമ് ആരെ ഉറവിന്ന് എടുക്കണം? റസൂലുള്ളാഹിന്റെ ഉറവിന്ന്. അല്ലാതെ കിട്ടൂല. അവസാനിപ്പിക്കണം. ഒന്നും കൂടി ആ ബൈത്ത് ചൊല്ലിത്തരാ. ബൈത്ത് ഇമാം ഖസ്തലാനിയുടെ മവാഹിബിന്റെ ആമുഖത്തിൽ നിന്നാണ് ചൊല്ലുന്നത്. فأنت رسول الله أعظم كائن وأنت لكل الخلق بالحق مرسل عليك مدار الخلق إذا أنت قطبه وأنت منار الحق تعلو وتعدل فؤادك بيت الله دار علومه وباب عليه منه للحق يدخل ينابيع ينبوع عند ബഹുവചനമാണ് ينابيع ينبوع ഉറവ ينابيع ഉറവകൾ ينابيع علم الله منه تفجرت ففي كل حي منه لله منهل منهل എന്നാൽ തെളിനീര് കിട്ടുന്ന കേന്ദ്രം, വെള്ളത്തടാകം, ഉറവ പൊട്ടിയിട്ട് ഇങ്ങനെ തടത്തിലായി നിൽക്കുന്ന തടാകം, മൻഹൽ. അതാരിൽ നിന്നാണ്? അപ്പൊ ഒരാൾ വെള്ളമെടുക്കണം എങ്കിൽ മനസ്സിലായില്ലേ? വിക്ടോറിയ തടാകത്തിൽ നിന്നാണ് നൈൽ നദി ഉണ്ടായത്. അപ്പൊ നൈൽ നദിയുടെ വെള്ളം എവിടുന്ന് വരണം? വിക്ടോറിയയിൽ നിന്ന് വരണം. വിക്ടോറിയയിൽ വെള്ളം പറ്റിയാലോ നൈൽ നദിയിൽ വെള്ളം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? ടാൻസാനിയയിലെ വിക്ടോറിയ തടാകത്തിൽ നിന്നാണ് നൈൽ നദി വരുന്നത്. മനസ്സിലാവുന്ന പറഞ്ഞത്? തുർക്കിയിലെ അറാത്ത് മലയിലെ മഞ്ഞുമലകളിൽ നിന്നാണ് യൂഫ്രട്ടീസ് വരുന്നത്. സഹ്യപർവ്വതത്തിന്റെ ഒരു പ്രത്യേക തണുപ്പുള്ള ഏരിയയിൽ നിന്നാണ് ഭാരതപ്പുഴ വരുന്നത്. കേരളത്തിലെ 44 പുഴകളും വരുന്നത്. ആ ഉറവകളിൽ വെള്ളം പറ്റിയാൽ കേരളത്തിലെ 44 പുഴകളിലും വെള്ളം ഉണ്ടാവില്ല. ടാൻസാനിയയിലെ വിക്ടോറിയ തടാകത്തിൽ വെള്ളം പറ്റിയാൽ ഭൂമിയുടെ ഏറ്റവും മനോഹരമായ നദികളിൽ ഒന്നായ നൈൽ നദിയിൽ വെള്ളം ഉണ്ടാവില്ല. അറാത്ത് മലകളിലെ മഞ്ഞുമലയിൽ മഞ്ഞുരുകിപ്പോവുകയും ഇനി അവിടെ വെള്ളമില്ലാതെ വരികയും ചെയ്താൽ ലോകത്തെ അതിപ്രധാനപ്പെട്ട, മനസ്സിലായില്ലേ, പടിഞ്ഞാറൻ ഏഷ്യയിലെ പ്രധാനപ്പെട്ട നദിയാണ് ഏത്? യൂഫ്രട്ടീസിൽ വെള്ളം ഉണ്ടാവില്ല. ഇവിടെ എന്താണ്? അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉറവ കിട്ടിയില്ലേ? നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ തണുപ്പുണ്ടാവില്ല. മൻഹലു എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന തടാകം. അതാരാണ്? നബിയാണ്. നബിയിൽ നിന്ന് വെള്ളം എടുക്കണം. നബിയിലൂടെ പോയി വെള്ളം എടുക്കണം. നബിയിൽ നിന്നേ വെള്ളം കിട്ടൂ. നബിയാണ് തടാകം. മനസ്സിലായില്ലേ? അള്ളാഹുവിനെ കുറിച്ചുള്ള വെള്ളത്തിന്റെ തടാകം ആരാണ്? നബിയാണ്. ആ വെള്ളത്തിൽ അവിടുന്ന് എടുക്കണം. നബിയെ ഒഴിവാക്കിയാലോ നിനക്കെന്റെ ദീനാണ്. നിനക്ക് നബി വേണ്ട, ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ നിനക്കെന്റെ ദീനാണ്. നീ കാഫറല്ലേ? ينابيع علم الله منه تفجرت ففي كل حي منه لله منهل. إن شاء الله ബാക്കി നമ്മൾ ഇൻഷാ അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചാൽ, ഇൻഷാ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചാൽ, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചാൽ ഇൻഷാ അള്ളാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന في الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين.